പോലീസ് അതിക്രമങ്ങളുടെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടും പിണറായി വിജയൻ ഇതുവരെ ഒരു അക്ഷരം സംസാരിച്ചിരുന്നില്ല, അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം നിയമസഭയിൽ ഇതിന് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയത്തിന് മറുപടിയായി സംസാരിച്ചു. ഈ പ്രസംഗം സാർ മുഴുവൻ കേട്ടല്ലോ. ശരിക്കും അദ്ദേഹം വ്യക്തമായൊരു മറുപടി നൽകിയോ? ഒരു കാര്യം പറയാതെ വയ്യ ഷിബിലി, ഒരു അസാമാന്യമായിട്ടുള്ള ലീഡറാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തോട് നിരവധി കാര്യങ്ങളിൽ വിയോജിപ്പുള്ളപ്പോഴും ഈ പോലീസ് അട്രോസിറ്റിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ അദ്ദേഹത്തെ എതിർത്ത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള ഒരു ഒറേറ്ററി സ്കിൽസ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള മിടുക്കിനെ നമുക്ക് അംഗീകരിച്ചേ പറ്റും. ഇത് നമ്മൾ പല പത്രസമ്മേളനങ്ങളിലും കണ്ടിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ്, എത്രമാത്രം ഷാർപ്പായിട്ടാണ്, ഗംഭീരമായിട്ടാണ്, എത്രമാത്രം പ്രിസൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എത്ര ഒരു സർജിക്കൽ ബ്ലേഡ് വെച്ച് മുറിക്കുന്നത് പോലെയാണ് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഇത് മിണ്ടിയിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല, ആഭ്യന്തരമന്ത്രിയില്ലേ എന്നൊക്കെയുള്ളതാണ് എല്ലാ ചാനലുകളും തന്നെ ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ ഉയർന്നു കേട്ടിരുന്നൊരു കാര്യം. പക്ഷെ അദ്ദേഹം ഇന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ എന്നെപ്പോലൊരാൾ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സുജിത്തിൻ്റെ കേസും അതുപോലെ തന്നെ പീച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഹോട്ടൽ ജീവനക്കാരനും വർദ്ധിച്ച കേസുമൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള അവതരണമാണ് മിനിറ്റുകളെടുത്ത് അദ്ദേഹം നടത്തിയത് നിയമസഭയിൽ. അതിൻ്റെ ഒറേറ്ററി സ്കിൽസിനെ കുറിച്ച് എനിക്ക് പറയാതെ വയ്യ. കാരണം അതുകൊണ്ടാണ് പിണറായി വിജയനായതും അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ LDF തയ്യാറാകാത്തതും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് സ്റ്റാലിൻ്റെ ഇന്ത്യയിലല്ല ഞാൻ ജനിച്ചത്, സ്റ്റാലിൻ്റെ റഷ്യയിലല്ല ഞാൻ ജനിച്ചത്, പകരം നെഹ്റുവിൻ്റെ ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ പറഞ്ഞു തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് നെഹ്റുവിൻ്റെ കാലത്ത്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം അടക്കം 1975 ഏൽക്കേണ്ടി വന്ന നിരവധി പീഡനങ്ങളെക്കുറിച്ച്, CPM കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ലഭിക്കേണ്ടി വന്ന നിരവധി പീഡനങ്ങളെക്കുറിച്ച്, അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും തല്ലിയാണ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. കാരണം ഒരാൾ പോലും ഇനി ഇതുപോലെ CPMൽ ചേരാൻ തയ്യാറാവരുത് എന്നുള്ളത് മുതൽ പീഡനങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു കൃത്യമായി പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സുജിത്തിനൊക്കെ വെറും 2 ഇടിയല്ലേ കിട്ടിയുള്ളൂ, ഒരു അടിയല്ലേ കിട്ടിയുള്ളൂ എന്ന് തോന്നാവുന്ന ലെവലിൽ അതിനേക്കാളൊക്കെ എത്രയോ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പിണറായി വിജയൻ ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് പിണറായി വിജയൻ നടത്തിയത്. അത് അല്ല, അദ്ദേഹം പറയുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒന്ന് CPM കോൺഗ്രസിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ, അവർക്ക് അനുഭവിക്കേണ്ടുന്ന സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉദയകുമാർ എന്ന് പറയുന്ന ഒരു ആൾ, നമുക്കറിയാമല്ലോ, അതൊരു ആക്രിപെറുക്കി ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരാൾ, അയാൾ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടവരും നമുക്കറിയാം. ഇപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള പ്രതികളെല്ലാവരെയും തന്നെ ശിക്ഷിക്കുകയും പിന്നീട് വെറുതെ വിടുകയും ചെയ്തു, 2 പേരെ അടക്കം. ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വിധി വന്നത്. അപ്പോൾ ഉദയകുമാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നത് തന്നെ അദ്ദേഹം അത് കൃത്യമായി വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡായി പ്രിപ്പയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഉദയകുമാർ അമ്മക്ക് ഓണക്കോടി വരുന്നതും കാത്തിരുന്നതാണ് അമ്മ, പക്ഷെ മുമ്പിലേക്ക് എത്തിയത് മകൻ്റെ മൃതശരീരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര ടച്ചിങ് ആയി, അത്ര ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ PR ഏജൻസികൾ ഉദ്യോഗസ്ഥരും എഴുതി കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന് കൂടി ആ മെടുക്കുള്ളതുകൊണ്ടാണ് അത് ഗംഭീരമായിട്ട് യഥാർത്ഥത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷിബിലി അദ്ദേഹം പറയുന്നൊരു കാര്യം, ചില കണക്കുകൾ ഞാൻ മുന്നോട്ട് വെക്കാം എന്നാണ് പറയുന്നത്. ആ കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നതിൽ തന്നെ അസാമാന്യമായിട്ടുള്ളൊരു മിടുക്കുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. 2016 മെയ് മുതൽ, അതായത് 2016 മെയ്യിലാണ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. 2016 മെയ് മുതൽ 2024 ജൂൺ വരെയുള്ള സമയത്തിനിടക്ക് 108 പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ എന്ത് ചെയ്തു, ടെർമിനേറ്റ് ചെയ്തു സർവീസിൽ നിന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം അടുത്ത വാചകമാണ് എന്നെ ആകർഷിച്ചത്. അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, 1956 മുതൽ എന്നല്ല ഞാൻ പറഞ്ഞതെന്നാണ്. എന്ന് പറഞ്ഞാൽ 1956 കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കുറേ കാലം എന്ത് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിച്ച കാലം, കുറേ കാലം കോൺഗ്രസ് ഒന്നും ഭരിച്ചിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള നടപടികൾ എടുത്തിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് 2016 മുതൽ 2024 വരെയുള്ള 8 കൊല്ലത്തെ കാലയളവിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അദ്ദേഹം പറയുന്നു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം കൊണ്ട് മാത്രം വീണ്ടും 36 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പിണറായി വിജയൻ ചോദിക്കുന്ന അതിമനോഹരമായൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്കില്ല് കാണിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്,
നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങളുടെ ഭരണമൊക്കെ വിട്ടേക്കൂ, കാരണം അതിനൊന്നും ഇങ്ങനെ പറയാനുണ്ടാവില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഇൻഡയറക്ട്ലി പറയുന്നത്. ഇങ്ങനെ ഒരു നടപടിയും എടുത്തിട്ടില്ല, ഞങ്ങളെ തല്ലിയ പോലീസുകാർക്കെതിരെ അതിക്രൂരമായിട്ടുള്ള ഈ പറയുന്ന പോലെ നടപടികൾ എടുത്തുള്ള പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ അതുകൊണ്ട് പഴയ നിങ്ങളുടെ ഭരണകാലമൊക്കെ വിട്ടേക്കൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പറയണം, നിങ്ങൾ ഈ പറയുന്ന ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള നടപടി എടുത്തോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് അഴിമതി ഏറ്റവും കുറഞ്ഞ പോലീസായി കേരള പോലീസ് മാറിയത്, ഇന്ത്യയിലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് റാങ്കിങ്ങിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള പോലീസായി മാറിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പിന്നെ അദ്ദേഹം പറയുന്നത് ചില പോലീസുകാർക്ക് പക്ഷെ ഇപ്പോഴും പഴയ ഭരണത്തിൻ്റെയൊക്കെ ചില ഹാങ് ഓവറുകൾ ഇവിടെ എന്ത് നടത്താമെന്നുള്ളതുണ്ടാവും, പക്ഷെ അവർക്കെതിരെയും ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ആ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ചോദിക്കുന്നു, അല്ല അങ്ങ് ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നു. വീണ്ടും പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് ആ ചോദ്യം ഞാൻ കേട്ടതാണ്, ഞാനതിന് മറുപടി പറഞ്ഞതാണ്, പക്ഷെ ഞാൻ കുറച്ചുകൂടി വിശദമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒന്ന് ഈ പറയുന്ന സുജിത്തിൻ്റെ കേസിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ അതിൽ നടപടികൾ പോലും പുനഃപരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് മുമ്പിലോട്ട് എത്തിയിരുന്നില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്വീകരിച്ച നടപടികളാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അത് കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കെടുത്ത നടപടി എന്താണെന്ന് നമുക്കറിയാലോ, ട്രാൻസ്ഫർ ചെയ്യുകയും 2 ഇഗ്രിമെൻറ്റ് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനല്ലാതെ ആ നടപടികൾ കൂടി പുനഃപരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ പീച്ചിയിൽ, കൊല്ലത്ത്, അതുപോലെ മൂവാറ്റുപുഴയിൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തോന്നുന്ന നടപടികളൊക്കെ ചെറുതായിട്ട് സ്വീകരിച്ചുള്ളൂ, പക്ഷേ ആ നടപടികളെക്കുറിച്ച് കൃത്യമായും ഏതാണ്ട് കൺവിൻസിങ് ആവുന്ന രീതിയിലുമുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് അതിഗംഭീരമായിട്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് രമേശ് ചെന്നിത്തല എഴുന്നേറ്റ് എന്ന് പറയാണ്, കഴിഞ്ഞ ഭരണകാലത്തൊക്കെ തന്നെ നിങ്ങൾ നടപടി എടുത്തിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അങ്ങ് അത് പറയുന്നത് ശരിയല്ല, കഴിഞ്ഞ സമയത്തൊക്കെ നടപടി എടുത്തിട്ടുണ്ട്, അതങ്ങനെ പറയരുത് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത് വളരെ വിനയത്തോടി പറയുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ ഷിബിലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഈ പറയുന്ന പിണറായി വിജയൻ പറയുന്നത് 144ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്രതിപക്ഷം ആ 144 പോലീസുകാരുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ആ ലിസ്റ്റിൻ്റെ പുറത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവരെ പിരിച്ചുവിട്ടതെന്ന് എടുത്തിട്ടുണ്ടാവും. ആ പിരിച്ചുവിട്ടതിൽ മിക്കവാറും ഭരണകക്ഷിയോടോ യൂണിയനോടോ ചേർന്ന് നിൽക്കാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. അല്ലാതെ യഥാർത്ഥത്തിൽ നടപടിയെടുത്തിട്ടുള്ള ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ അവിടെ ഹാജരാക്കുമെന്നാണ്. അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ ഇരുന്ന് ദയനീയമായി പറയുന്നത്, പ്ലീസ് അങ്ങനെയൊക്കെ പറയരുത്, അങ്ങനെയൊക്കെ പറയാമോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മറ്റേ മുദ്രാവാക്യം വിളിക്കില്ല സിനിമയിൽ മറ്റേ പ്രതിപക്ഷമൊക്കെ ഇരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ നേരത്തെ നടപടി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇങ്ങനെയൊക്കെ പറയല്ലേ പ്ലീസ്, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുകയാണ്, വളരെ ദയനീയമായിട്ടുള്ളൊരു പ്രകടനമാണ് കണ്ടത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 2 പേര്, അതായത് AK അഷ്റഫ് മുസ്ലിം ലീഗിൻ്റെ MLA ആണ്, നിങ്ങൾക്കറിയാവുന്നതാണല്ലോ, മലപ്പുറം നിന്നുള്ളതാണ്. പിന്നൊന്ന് ഈ പറഞ്ഞ പോലെ TJ സനീഷ് കുമാർ ചാലക്കുടി എന്നുള്ള MLA ആണ്, അതായത് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഏക കോൺഗ്രസിൻ്റെ മെമ്പറാണ്. അവർ 2 പേരും ഏതാണ്ട് 47 വയസ്സുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർ 2 പേരും അനിശ്ചിതകാലം നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചേക്കുന്നത് ഈ പറയുന്ന സുജിത്തിനെതിരെ ഇതുപോലെയുള്ള പോലീസ് അട്രോസിറ്റീസ് നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നത് വരെയാണ് ഇത് കിടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ആൾ ഭക്ഷണം കഴിക്കാതിരിക്കാം, ഡയറ്റ് നന്നായിട്ട് നടക്കുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നാളെ മുതൽ മറ്റേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ സമ്പുഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ചാനലുകളിൽ കിട്ടുക ഉറപ്പായിട്ടും അതായിരിക്കും. അല്ലാതെ ഈ അനിശ്ചിതകാല നിരാഹാരമൊന്നും പെട്ടെന്ന് ആരും മൈൻഡ് ചെയ്യില്ല, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരില്ല. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചത്. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായി പോകും ഗവൺമെൻറ് എന്ന് വിചാരിച്ചാണ്. പ്രതിരോധത്തിലായി പോയ പിണറായി വിജയനല്ല നമ്മൾ കാണുന്നത് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് വിചാരിക്കുന്ന, ഇതൊക്കെ വളരെ നിസ്സാരമായി ഈ പറയുന്ന പോലെ ധാരാവി എന്ന് പറയുന്നൊരു ചേരി മറ്റേ പൂവെറുക്കുന്നത് പോലെ എന്ത് ചെയ്തു ഒഴിപ്പിച്ചു എന്ന് മോഹൻലാൽ പറയുന്ന പോലെ ഇതൊക്കെ വെറുതെ പൂവെറുക്കുന്നത് പോലെ എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം എന്ന് കാണിക്കുന്ന, ഒരു പൂന്നുള്ളത് പോലെ ഡീൽ ചെയ്യാമെന്ന് കാണിക്കുന്ന പിണറായി വിജയനെയാണ് ഇന്ന് നമ്മൾ സഭയിൽ കണ്ടത്. അതിനപ്പുറത്തേക്ക് സഭയിൽ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഇന്ന് വീണ ജോർജ് പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന്
ക്ഷണിക്കുകയും ചെയ്തു, വെല്ലുവിളിക്കുകയും ചെയ്തു. അതെന്തായിരുന്നു? വെല്ലുവിളിച്ചു എന്ന് പറയാൻ പറ്റില്ല, സംവാദത്തിന് ക്ഷണിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സംവാദത്തിന് ക്ഷണിച്ചതിൻ്റെ കാരണം ഇവർ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി. ആ വാക്ക് തർക്കത്തിൽ എന്ന് പറഞ്ഞാൽ വീണ ജോർജും ഇവർ കണക്കുകളും അതുപോലെ ഡീറ്റെയിൽസും ഡാറ്റാസും ഒക്കെ ആയിട്ടാണ് മുമ്പ് വന്നിരുന്നത്. വീണ ജോർജിൻ്റെയൊക്കെ ഭാഗത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെങ്കിലും അതൊന്നും എക്സ്പോസ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. വീണ ജോർജ് പറയുന്നത് കേരളത്തിൽ ഈ പറയുന്ന ആളുകൾ മറ്റേ ഹോസ്പിറ്റലുകളിലേക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൻ്റെ അളവ്, അതായത് ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനവർ നടത്തിയിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങളെക്കുറിച്ചും നടപടികളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങൾ കിടക്കാണ്. ഈ പ്രശ്നത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് തയ്യാറാണ്, ഞാൻ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. എവിടെ വെച്ച് നടക്കും, എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. പിന്നെ വീണ ജോർജായിട്ട് സംവാദത്തിനൊന്നും വി ഡി സതീശൻ ചെല്ലാൻ സാധ്യതയില്ല, അതുകൊണ്ട് അത് എന്ത് ചെയ്തു വിട്ടു. ഇത് വീണ ജോർജ് പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ ഷിബിലി, വീണ ജോർജ് മറ്റൊരു കാര്യം പറഞ്ഞു. ആ കാര്യം പറയാനുള്ള കാര്യം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, പക്ഷേ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പോലെ മാറോട് ചേർത്ത് സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ആ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശിശുമരണ നിരക്ക് അത് USA പോലും 5.6 പക്ഷേ കേരളത്തിൽ 5. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ശിശുമരണ നിരക്കിൽ നമുക്ക് വളരെ കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഭ്രൂണത്തിൽ, അതായത് ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിനെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, 2 വയസ്സുള്ള കുട്ടികളെ വരെ നമ്മൾ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അതിനെ കൊല്ലുകയല്ല എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ കൃത്യമായി ഒരു ഒളിയമ്പ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പുറകിലിരുന്ന് ചില ഭരണകക്ഷി MLA-മാരൊക്കെ ഊറിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് സഭാ TV പിന്നെ എന്ത് ചെയ്തില്ല, ഇപ്പം നമ്മുടെ ചാനലുകളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്താൽ പ്രതിപക്ഷത്തെ ഫോക്കസ് ചെയ്താൽ, പക്ഷെ അത്ര ഗംഭീരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വീണ്ടും ഒരിക്കൽ ഒരു തവണ കൂടി ആവർത്തിച്ച് വീണ ജോർജ് പറയുന്നതിലൂടെ കൃത്യമായി പ്രതിപക്ഷത്തിന് ഈ പറയുന്ന പോലെ മറുപടി കൊടുക്കുന്നു എന്ന് മാത്രമല്ല തിരിച്ചാക്രമിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഏതാണ്ട് പിണറായി വിജയനും വീണ ജോർജും എല്ലാം കൂടിയിട്ട് അതിഗംഭീരമായി നിയമസഭയിൽ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷത്തിന് അത്രയൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, VD സതീശനൊക്കെ തന്നെ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആർജവത്തോടു കൂടിയുള്ള ഒരു അറ്റാക്കൊന്നും ഉണ്ടായില്ല. പിന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം പ്രേക്ഷകരോട്, വലിയ പ്രശ്നങ്ങൾ കിടക്കുന്ന ഗവൺമെൻറ് വലിയ തോതിൽ പ്രതിരോധത്തിലായി പോകുമെന്ന് പറഞ്ഞൊരു സഭാ സമ്മേളനമാണ് ഇതുപോലെ അവസാനിച്ചത്.